നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സോയ കറിയാണ് വെക്കാൻ പോണത്. സോയ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കൻ കറിയുടെ അതേ മോഡലിൽ നമ്മൾ സോയ കറി വെക്കാൻ പോണേ. അതേ ടേസ്റ്റോട് കൂടി തന്നെ സോയ ഒന്ന് കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് സോയ ഒന്ന് നമുക്ക് ആദ്യം തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അന്ന് തിളച്ച് വരട്ടെ. അത് തിളച്ച് വരുന്ന നേരത്തിന് കുറച്ച് തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം. അത് ഇപ്പുറത്ത് അടുപ്പത്ത് വെച്ച് അതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് സോയ ഒന്ന് ആദ്യമേ പുഴുങ്ങിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാനുണ്ട്. അത് അവിടെ ഇരുന്ന് തിളച്ച് വരുന്ന നേരത്തിന് നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഇപ്പം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുക്കുന്ന സോയയുടെ ഉള്ളിലേക്ക് ഉപ്പ് കയറാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊരു ബൗള് സോയയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സോയ അങ്ങ് ഒത്തിരി തിളച്ച് വെന്തുകൊണ്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി. ഇത് തിളച്ച് വരുന്തോറും നന്നായിട്ട് വീർത്ത് വരും. കണ്ട, സോയ നന്നായിട്ട് തിളച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. സോയ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ ഞെക്കി പിഴിഞ്ഞ് ഇതിനകത്തുള്ള ജലാംശം മൊത്തം കളയണം. സോയയിലൊരു വല്ലാത്തൊരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ലൊന്ന് മാറണമെങ്കിൽ നമ്മൾ ഒരു 4-5 പ്രാവശ്യം, സോയയ്ക്കൊരു വേറൊരു സ്മെല്ലാണുള്ളത്, അപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മളൊരു 4-5 പ്രാവശ്യം ഇതേപോലെ ഞെക്കി പിഴിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിനകത്ത് ആ പത പോലുള്ള വെള്ളം മൊത്തം മാറണം. ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു പതയോടുകൂടിയാണ് അതിനുള്ളിൽ നിന്ന് വരുന്നത്. അത് നന്നായിട്ട് നമ്മളൊന്ന് കഴുകി മാറ്റണം. അപ്പോൾ നമുക്ക് അതേപോലെ ഒരു 4-5 പ്രാവശ്യം ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനൊരു 5 പ്രാവശ്യത്തോളം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത് കറി വയ്ക്കുമ്പോൾ സോയയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ലൊരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. നമ്മളിത് 4-5 പ്രാവശ്യം കഴുകിയെടുക്കണം, നന്നായിട്ട് പിഴിഞ്ഞു എടുക്കണം. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കൊരല്പം തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങയും പെരിഞ്ചീരകവും 2 ഏലക്കയും കൂടിയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. പെരിഞ്ചീരകം ഏലക്കയും ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട. തേങ്ങ ഒരു 3/4 ഭാഗം മൂപ്പായി കഴിയുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊരു 3/4 പരുവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകണ്ട. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇതേ പരുവത്തിന് മൂത്ത് കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങ് നമ്മൾ കറുപ്പിച്ച് കളയണ്ട. ഈ പരുവത്തിനൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ കറി തയ്യാറാക്കാൻ പോകുന്നത്. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിനൊരല്പം വെളിച്ചെണ്ണ നമ്മൾ കൂടുതൽ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ തേങ്ങാപ്പാലോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ ചേർക്കുന്ന പോലെ തേങ്ങാക്കൊത്ത്, ഒരല്പം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ കറിയൊക്കെ ആക്കുമ്പോൾ തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കത്തില്ലേ, അതേപോലെ തന്നെ നമുക്കിതിന് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില, നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചാണ് അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസ് ഒരു സവോള അരിഞ്ഞതും 10-15 കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞതുമാണ്. അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഒരു തക്കാളി, 2 പച്ചമുളക്, ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇത് വാടി വരുന്ന സമയത്ത് ആദ്യം വറുത്ത് വെച്ച ചേരുവ ഒന്ന് അരച്ചുകൊണ്ട് വരാം. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് 1 സ്പൂൺ മുളക് പൊടി, എരിവുള്ളതും എരിവില്ലാത്തതും കൂടിയാണ് 1 സ്പൂൺ. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് സൈഡിലേക്ക് മാറ്റി കൊടുത്തത്. ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറിക്കിട്ടണം. ഇതേപോലെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. എടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി മൂത്ത് വന്നിട്ടുണ്ട്. മുളകും മല്ലിയുടെ എല്ലാത്തിൻ്റെയും പച്ചക്കുത്തലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങുമൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് യോജിച്ച്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച തേങ്ങയും പെരുംജീരകവും ഏലക്കയും കൂടെ അരച്ചതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ തേങ്ങയും ഏലക്കയും ജീരകവും അരച്ചത് കൂടെ ചേർത്തപ്പോൾ തന്നെ നല്ല ഒരു നമ്മുടെ ചിക്കൻ കറിയുടെ വാസനയാണ് ഇപ്പം തന്നെ വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സോയ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഇനി ഇതിന് ആവശ്യമായ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സോയ ഉപ്പിട്ടാണ് തിളപ്പിച്ചെടുത്തത്. എന്നാലും മറ്റ് ചേരുവയ്ക്കൊന്നും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് അതിന് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിനുള്ളിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് കയറി വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചേരുവ കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും ലാസ്റ്റ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. കണ്ടില്ലേ, നല്ല സൂപ്പറല്ലേ. ഈ സോയ വേണമെങ്കിൽ 2ആയിട്ട് പൊളന്നിട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചിക്കറിയുടെ ചിക്കൻ്റെ ഇത് കാണിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇച്ചിരി വലിപ്പം വേണ്ടേ, അതുകൊണ്ടാണ് നമ്മളിത് പൊളന്നിട്ട് കൊടുക്കാഞ്ഞത്. പിന്നെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിനുള്ളിലേക്ക് എൻ്റെ മസാലയൊക്കെ ഒന്ന് കയറട്ടെ. ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി ഇത് മൂടി വെച്ച് വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്നപ്പോൾ തന്നെ നല്ല വാസനയാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. വെള്ളമൊക്കെ മതിയോ? മതി, ഇത്രയും വറ്റിയാൽ മതി. ഇനി ഇതിരിക്കും തോറും വറ്റി വരും. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി നമുക്ക് ഇതിലേക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല നാടൻ കറിവേപ്പിലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ
ചിക്കൻ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇനി നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.